എല്ലാ കഥയിലും ഉള്ളതുപോലെ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളും അത് എല്ലാ കഥയിലും ഉള്ളതാണല്ലോ. രസകരമായിട്ടുള്ള സന്ദർഭങ്ങൾ, പല വഴിത്തിരിവാകുന്ന സന്ദർഭങ്ങൾ, എല്ലാം ഒരു നല്ല കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്കും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നന്മയ്ക്ക് തിന്മയാണ് ശത്രു. അതിപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെയൊന്നുമില്ല. നന്മയ്ക്ക് തിന്മയാണ് ശത്രു. എനിക്ക് എല്ലാ ഘടകങ്ങളും ഒത്തുവരുന്നതായിരിക്കണം ഒരു സിനിമ എന്നെനിക്ക്. ഇപ്പോൾ ഒരു ഘടകം മാത്രം നന്നായതുകൊണ്ട് ഒരു സിനിമ മൊത്തത്തിൽ നന്നാവണം എന്നില്ല. ഇപ്പോൾ ഒരു നന്നായിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിൽ, നല്ലൊരു സംവിധായകൻ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ സംവിധായിക നല്ലതാണെങ്കിൽ, അഭിനയിക്കുന്ന ആളുകൾ നല്ലതാണെങ്കിൽ, കഥ നല്ലതാണെങ്കിൽ, എല്ലാ വിഭാഗങ്ങളും ഒത്തുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെനിക്ക് തോന്നുന്നു 2016 വരെ അല്ല, അതൊരു കുറച്ച് വർഷങ്ങളായി, ഒരു പക്ഷേ 5-10 വർഷങ്ങളൊക്കെ ആയി കാണും. ഒരു സിനിമയായിട്ടാണ് ആളുകൾ അതായത് ഇന്ന ആൾ അഭിനയിക്കുന്ന സിനിമ എന്നതിനേക്കാൾ ഉപരി അതൊന്നും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആളുകൾക്ക് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെടണം. അതിന് ഈ പറഞ്ഞ പോലെ എല്ലാ ഘടകങ്ങളും ഒത്തുവരണം, എന്നാലാണ് ഒരു സിനിമ നന്നാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും പ്രേക്ഷകരുടെയും ഒരു അഭിരുചി അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഞാൻ കൂടുതൽ ആസ്വദിച്ച്, അതായത് ഇപ്പോൾ പണ്ടൊക്കെ സിനിമ ചെയ്യുമായിരുന്നു, പക്ഷെ ഒന്നും ഈ കഥാപാത്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ ചെയ്യും, ആരെങ്കിലും നന്നായി എന്ന് പറഞ്ഞാൽ സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴാണ് കൂടുതൽ അതിലേക്ക് ഉൾക്കൊണ്ട് ഇപ്പോൾ ഒരു കഥാപാത്രത്തിനെ കൂടുതൽ ഒരു ടീമിനോടൊപ്പം തുടക്കം തൊട്ട് അവസാനം വരെ ഇൻവോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പങ്കാളിയായിട്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു പക്ഷേ ഒരു ബുദ്ധിയുടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞത് കൊണ്ടുള്ള ഒരു അനുഭവത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. കൂടുതൽ ചിന്തിച്ച് അറിഞ്ഞ് അഭിനയിക്കുന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഒരു നെഗറ്റീവ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനോട്, ഏതൊരു ആക്ടറോട് ചോദിച്ചാലും പറയുന്നൊരു ആഗ്രഹമായിരിക്കും നെഗറ്റീവ് കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ശരിക്കും ഒരു സിനിമയിൽ നായകൻ എത്രമാത്രം ശക്തമാണ് എന്ന് തീരുമാനിക്കുന്നത് വില്ലൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലൻ ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ശരിക്കും അപാര കഴിവ് തന്നെ വേണം. അതേപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള വില്ലൻ കഥാപാത്രങ്ങളെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരു വില്ലൻ എന്ന് പറയുന്നതിന്. നല്ല കഥാപാത്രങ്ങൾ ഇതുപോലെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എല്ലാ കഥാപാത്രങ്ങളും, അതിപ്പോൾ സിനിമ ഓടിയതും ഓടാത്തതും എന്നുള്ളതല്ല, ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്ത കഥാപാത്രങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാം പ്രേക്ഷകരാണ് പലതും പല രീതിയിൽ പ്രേക്ഷകരിലേക്കാണത്. ആ വ്യത്യാസം പ്രേക്ഷകർക്കേ അറിയാൻ പറ്റുള്ളൂ. ആരും പറഞ്ഞില്ല എന്ന് ഉണ്ട്, അതൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഫാൻ എന്നുള്ള രീതിയിലല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാവരും എനിക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന, എന്നോടൊപ്പം നിൽക്കണം, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്തുണ നൽകിക്കൊണ്ടൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വെൽ വിഷേഴ്സ് എന്നാണ് ഞാൻ പറയുക. അതിനൊരു ഫാൻസ് എന്നുള്ളതിനെക്കാട്ടിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ എന്ന് പറയുന്നൊരു സംഘം ആളുകളാണ് എൻ്റെ പുറകിൽ ശക്തിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഫാൻസ് അസോസിയേഷനെ പോലെ തന്നെ ഒരു പക്ഷേ ഇത് വേറെ പേരാണ്, ഫാൻസ് അസോസിയേഷൻ എന്നുള്ള പേരില്ലെങ്കിൽ പോലും എനിക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ശക്തിയും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ട്.